എന്നിട്ട് അവരൊക്കെ ചിരിക്കുകയാണ്. അതായത് ഇതോട് കൂടിയിട്ട് നമ്മൾ വാഷ് ഔട്ടായി എന്നുള്ള ലെവലിൽ, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉള്ളൊരു മൈൻഡ് സെറ്റിൽ ആരും ഞാൻ കണ്ടില്ല അവിടെ. നമ്മൾ നമ്മുടേതായ സ്റ്റാൻഡിൽ തന്നെ നമ്മൾ നിൽക്കണം. കൂടെ നിൽക്കുന്നവർ ആരും ഉണ്ടാവണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലായത് അന്നാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഞാൻ ഫസ്റ്റ് ബോംബെ പോകുന്നത്. ബോംബെ പോയിട്ടാണ് ഞാൻ അവിടെ കാണുമ്പോൾ ചില ഈ കണ്ടെയ്നേഴ്സ് അങ്ങനെ തന്നെ നിരത്തിയിട്ടുണ്ട് അവിടെ, കംപ്ലീറ്റ് റിജക്റ്റ് ആയിട്ട്. ഈ 12 കണ്ടെയ്നർ വാങ്ങി റിജക്ട് ചെയ്തു. റിജക്ട് ചെയ്തിട്ട് അത് അവരൊരു കളിയായിരുന്നു. അതായത് അതിൻ്റെ റേറ്റും കാര്യങ്ങളും കുറയ്ക്കാനും ഇതിന് മാർക്കറ്റ് ഒന്ന് ഡൗൺ ആക്കാനും നമ്മളെ ഇല്ലാണ്ടാക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സംവിധാനങ്ങളായിരുന്നു. അന്ന് ഹെൽപ്പ് ചെയ്തത് ബീഹാറിൽ നിന്നുള്ളൊരു ജലാൽ ഭായ് എന്ന് പറയും. അതായത് ഞങ്ങളുടെ റിജക്ഷൻ 3rd ക്വാളിറ്റിയും 4th ക്വാളിറ്റിയൊക്കെ എടുക്കുന്ന മാങ്ങ എടുത്തിട്ട് പൾപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് ജലാൽ ഭായ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എങ്ങനെ ഓവർകം ചെയ്തു? ഭയങ്കര ലോസിലേക്ക് വന്നേനെ. പക്ഷെ അത് മുഴുവൻ നമ്മൾ ഇറക്കിയിട്ടിട്ട് പുള്ളിയുടെ ഒരു ഐഡിയയിൽ ഞങ്ങൾ ബറോഡയിൽ പോയിട്ട് പൾപ്പിംഗ് മെഷീൻ കൊണ്ടുവന്നു, ലോക്കലി ഇട്ടിട്ട് അത് പൾപ്പ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യുക ചെയ്തു. 1 മാസത്തിനുള്ളിൽ വില ഭയങ്കരമായിട്ട് കയറിപ്പോയി. ആ കയറിയാൽ ഈ പൾപ്പൊക്കെ നമുക്കൊരു 3 ടൈംസ് 4 ടൈംസ് നമുക്ക് റേറ്റിന് വിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിൽ നമുക്ക് ലോസ് ഇല്ലാണ്ട് അതിനായിട്ട് കൂടുതൽ ഫണ്ട് തിരിച്ചു വരെ നമുക്ക് ഉണ്ടായത് അതിൽ.